പയ്യന്നൂർ നിയോജകമണ്ഡലം UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിക്കുന്നു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥിക്ക് ഇലക്ട്രിക് പോൾ ചിഹ്നം അനുവദിച്ചു. പയ്യന്നൂർ നിയോജകമണ്ഡലം UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണന്റെ രണ്ടാം ഘട്ട പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പയ്യന്നൂർ പ്രദേശത്തെ ഭൂരിപക്ഷം ജനങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടായി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ മറ്റ് പല കാര്യങ്ങളും ഉയർത്തുകയാണ്. ഇപ്പോൾ ഞാൻ കോൺഗ്രസ് ആവുകയാണ്, ഞാൻ UDF ആവുകയാണ് എന്ന നിലയിലുള്ള പ്രചരണങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് വരുന്നത് ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ആളുകളെ എങ്ങനെ മാറ്റാൻ കഴിയും എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതൊന്നും ജനങ്ങൾക്ക് ഇടയിൽ ഏശില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് വലിയ നിലയിലുള്ള വിജയം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വി കുഞ്ഞികൃഷ്ണൻ എന്ന താങ്കൾ ആദ്യമായി നേരിടുന്നത് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെയാണ്. എങ്ങനെയാണ് ആ ഒരു അനുഭവം? ഒരു കളങ്കിതനായ വ്യക്തിയെ, പയ്യന്നൂരിൻ്റെ ചരിത്ര പാരമ്പര്യം ഉൾക്കൊള്ളുന്ന മണ്ണാണ് പയ്യന്നൂരിൻ്റേത്. ആ പയ്യന്നൂരിൽ നിന്ന് ഇത്തരമൊരാളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. അതോടൊപ്പം തന്നെ ഞാൻ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന പോരാട്ടം, ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വം വന്ന സാഹചര്യത്തിൽ അത് സമൂഹത്തിലും ആ പോരാട്ടം തുടരേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. വളരെ ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ഓരോ വീടുകൾ കയറി ഇറങ്ങാനുള്ള ആ ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഓരോരോ വീടുകളിൽ നിന്നും കിട്ടുന്ന പ്രതികരണം എങ്ങനെയാണ്? വീടുകളിൽ നിന്ന് അനുകൂലമായ പ്രതികരണം തന്നെയാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം UDF പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് രണ്ടും ചേർന്നാൽ ഈ മണ്ഡലത്തിൽ എനിക്ക് ജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുഞ്ഞികൃഷ്ണേട്ടൻ ഭാവിയിൽ ഒരു MLA ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നാടിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? സാങ്കല്പിക ചോദ്യത്തിന് ഉത്തരവില്ല എന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പയ്യന്നൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. തുടക്കത്തിൽ തന്നെ പയ്യന്നൂരിലെ ജനങ്ങളെ, പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം വിളിച്ചു ചേർത്ത് എന്ത് വികസനമാണ് നമുക്ക് പയ്യന്നൂരിൽ നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൂട്ടായ ചർച്ചയും തീരുമാനവും എടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മുന്നണികളെല്ലാം തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പയ്യന്നൂരിൽ എന്തായാലും ഇക്കുറി മികച്ച പോരാട്ടം തന്നെയാണ് നടക്കുക. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.